ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഇങ്ങനെ നമ്മുടെ അബീനെ നാണം കെടുത്തിക്കൊണ്ടിട്ടാണ് നവ്യയുടെ പുതിയ തീരുമാനം കേട്ടോ. വേറൊന്നല്ല, ഇന്ന് രാത്രി 1:30 ആകുമ്പോഴേക്കും അനഘയുടെ റൂമിൽ കയറി അനഘേനെ എന്തോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് പോയ അബി റൂം തുറന്നു നോക്കുമ്പോൾ ദേ ഇരിക്കുന്നു അവിടെ നയന്. നീ എന്താടാ ഇവിടെ ചോദിക്കുമ്പോൾ അത് ഞാൻ വെറുതെ എടുത്തേക്ക് സത്യങ്ങളൊക്കെ അറിയാലോ, ഞാൻ അനഘേനെയും കുഞ്ഞിനെയും കണ്ട് മാപ്പൊക്കെ പറയാൻ വേണ്ടി അവരില്ലാതാക്കാൻ വേണ്ടി വന്നതായിരിക്കുമല്ലോ, നീ ഇറങ്ങി പോടെ വിടുന്ന് എന്ന് പറയാണ്. അബിയാണെങ്കിൽ നാണം കെട്ട് നേരെ നവ്യയുടെ അടുത്തേക്ക് പോവാണ്. നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ അബി എന്തായി, അനഘേനെ തീർത്ത് കളഞ്ഞോ? എവിടെ തീർക്കാൻ, അവിടെ അവളുണ്ട്, ആ നയന നിന്റെ കുരുത്തം കേട്ട അനിയത്തി. അവളോ? അവളെന്തിനാ ഈ സമയത്ത് അവിടെ കിടക്കണത്? ഞാനെന്തേലും വരുമെന്ന് അവൾക്ക് തോന്നിക്കാണുമായിരിക്കും. എന്തൊരവസ്ഥയത്. സാരില്ല, ഇന്നത്തെ ദിവസം പോയത് പോയി. എല്ലാ ദിവസവും അവൾക്ക് അവിടെ അവളുടെ കാവലിരിക്കാൻ പറ്റില്ലല്ലോ. കുഴപ്പമില്ല, നാളെയാണെങ്കിലും ഞാൻ ചെയ്യേണ്ടത് ചെയ്തിരിക്കും. ഒറ്റയ്ക്ക് അവളെ കിട്ടുമ്പോഴേക്കും ഞാൻ ഇല്ലാതാക്കിയിരിക്കും എന്ന് പറയണം. ഇത് കേൾക്കുന്ന നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ്, അതിന് അനഘേനെ നിനക്ക് ഒറ്റയ്ക്ക് കിട്ടിയിട്ട് വേണ്ടേടാ. അനഘേനെ ഒറ്റയ്ക്ക് നിർത്താൻ വേണ്ടി ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. അവളുടെ കൂടെ എന്നും ഈ ഞാൻ ഉണ്ടാകൂടാ എന്ന് നവ്യ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. ശേഷം പിറ്റേ ദിവസവും ഇതുപോലെ തന്നെയാട്ടോ അബി അനഘേനെ ഇല്ലാതാക്കാൻ വേണ്ടി പുതിയ പ്ലാനുകളൊക്കെ ആയിട്ട് അനഘയുടെ റൂമിൽ പോകാൻ വേണ്ടി നോക്കാണ്. എപ്പോഴും അവളുടെ പ്ലാൻ അറിയാലോ, പാമ്പ്. അതല്ലാതെ എന്ത് പ്ലാനാണ്? പാമ്പല്ലെങ്കിൽ വിഷം, ഇതിലേതെങ്കിലുമൊക്കെ ഒന്നായിട്ട് അബി വീണ്ടും പോകുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം അബി ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെ പറയുന്ന വേറൊരാളോട് പറയുന്നുണ്ട്, തൻ്റെ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞ അച്ഛനോടും പിന്നെ ഭാര്യയായിട്ടുള്ള നവ്യെടുത്തും. അങ്ങനെ നവ്യെടുത്ത് വീണ്ടും അബി പറയാണ്, നീ നോക്കിക്കോ, ഇന്നലെ എനിക്കൊരു പാളിച്ച പറ്റി, പക്ഷെ ഞാൻ അത് ഇന്ന് ഓക്കെ ആക്കും. ഇന്ന് അനഘയുടെ മരണം എന്തായാലും സംഭവിച്ചിരിക്കും. അല്ല, എന്താ നിന്റെ പ്ലാന്? വെയിറ്റ് ആൻഡ് സീ എന്ന് മാത്രമേ അബി പറയുന്നുള്ളൂ. നവ്യ കുടുങ്ങി പോവാട്ടോ. ഈശ്വര, അവൻ്റെ പ്ലാൻ എന്താന്ന് അവൻ പറഞ്ഞില്ലല്ലോ. കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ അവളെ എങ്ങനെ രക്ഷിക്കാനാകും എന്ന് ആലോചിക്കുകയാണ് നവ്യ. ശേഷം നവ്യ ഇക്കാര്യം നയനെ എടുത്ത് പറയുന്നുണ്ട്, നയനെ, നിനക്ക് എന്തായാലും 24 മണിക്കൂറും അനഘേനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. നിനക്കും റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടതല്ലേ. ഇന്നോ നാളെയോ നീ വീട്ടിലേക്ക് 7-ാം മാസം ചടങ്ങ് കഴിയുമ്പോഴേക്കും പോവുകയും ചെയ്യും. പിന്നെ അനഘയുടെ കാര്യം നോക്കേണ്ടത് ഞങ്ങളെല്ലാവരും കൂടി തന്നെയല്ലേ. നീ ഒരു കാര്യം മുത്തശ്ശിനോടും മുത്തശ്ശിയെടുത്തും ഇന്ന് തന്നെ പറയണം. അബി ആരുടെയെങ്കിലും ഒരു കണ്ണ് വെട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അനഘയുടെ റൂമിൽ കയറാനും അവളെ ഇല്ലാതാക്കാനും വേണ്ടി നടക്കുവാണെന്ന്. ചേച്ചി ഒന്നുകൊണ്ട് പേടിക്കേണ്ട, അതൊക്കെ ഞങ്ങൾ വേണ്ട രീതിയിൽ ചെയ്തോളാം എന്ന് നയന പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നവ്യക്ക് ഒരു സമാധാനമില്ല. കാരണം അബിയുടെ ഏകദേശം എങ്ങനത്തെയൊക്കെ പ്ലാൻ ആയിരിക്കുമെന്ന് നവ്യക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര, അനഘനെ നോക്കാൻ വേണ്ടി ആ എലിസബത്ത് ചേച്ചി അങ്ങനെ കൂടെ ഉണ്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇനിയിപ്പോൾ എലിസബത്ത് ചേച്ചിനെ കൂടെ എങ്ങനെ നിർത്തേണ്ടി വരുമോ? നയന എടുത്ത് പറയണ്ടേ, എടി ആ എലിസബത്ത് ചേച്ചിനെ അനഘയുടെ കാര്യം നോക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയാലോ എന്ന് ചോദിക്കേണ്ടേ. വരട്ടെ ചേച്ചി, അതിനു മുമ്പ് അബി എന്തെങ്കിലും അനഘിന് ചെയ്യാൻ നോക്കുവാണെങ്കിലേ ആ കാരണം പറഞ്ഞ് അബീനെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാലോ. എടി, അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അത് ഉറപ്പാണ്, ചേച്ചി പേടിക്കേണ്ട. മുത്തശ്ശനും മുത്തശ്ശിയും ആദർശേട്ടനും എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു പേടിയും വേണ്ട. അനഘയുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴാൻ വേണ്ടി നമ്മളാരും സമ്മതിക്കില്ല എന്ന് പറയേണ്ട. അങ്ങനെ നമ്മുടെ അബിയാണെങ്കിൽ റൂമിലേക്ക് പോയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. അവിടേക്ക് ജലജ വരുന്നുണ്ട്. എന്താടാ നീ ആലോചിക്കണത്? നിന്റെ അച്ഛനെ വീണ്ടും എങ്ങനെ കാണാമെന്ന് ആലോചിക്കുകയാണോ നീ? എന്ത് കള്ളം പറഞ്ഞ് ഇവിടെ നിന്ന് നിന്റെ അച്ഛനെ കാണാൻ വേണ്ടി പോകാമെന്ന് ആലോചിക്കുകയാണോ നീ? എൻ്റെ അമ്മ ഒന്ന് വെറുതെ ഇരിക്കുക, ഞാൻ ആകെ മനസ്സിന് സമനില തെറ്റിയിരിക്കുക. ആ അനഘേനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കിയേ പറ്റൂ, അത് മാത്രമേ ഉള്ളൂ ഇപ്പം എൻ്റെ വിചാരം. അല്ലാതെ അമ്മ പറഞ്ഞ പോലെ അച്ഛനെ കാണാൻ പോകുന്നതോ അച്ഛനെ വിളിക്കുന്നതോ ഒന്നും അല്ല ഇപ്പം എൻ്റെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, അവളുടെ റൂമിലെ ആരും അറിയാതെ കയറിയിട്ടേ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കടാ. അമ്മ പറയണ മുമ്പ് ആദ്യം ഞാൻ ചെയ്തത് ഈ പ്ലാൻ തന്നെയാണ്. പക്ഷേ അവളുടെ റൂമിൽ അവൾ മാത്രമല്ല, അവിടെ മറ്റവളും ഉണ്ട്, ആ നയന. അവളുടെ റൂമിലാണോ കിടക്കുന്നത്? പിന്നെ അല്ലാതെ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എടാ, അവളുടെ റൂമിലേക്ക് നമുക്കൊരു പാമ്പിനെ കയറ്റി വിട്ടാലോ? ഈ പാമ്പിൻ്റെ പ്ലാൻ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തതാണ്, അതൊക്കെ നമ്മുടെ തലയിൽ തന്നെയാണ് വന്നിരുന്നത്. അമ്മക്ക് ഓർമ്മയുണ്ടല്ലോ അവസാനം ചെയ്ത പ്ലാന്? അമ്മയുടെ സാരീൻ്റെ ഉള്ളിൽ പാമ്പ് ചുറ്റിപ്പിടിച്ച് കയറി അമ്മനെ കൊത്താൻ വേണ്ടി വന്നത്. അതൊന്നും നീ ഓർമ്മപ്പെടുത്തലേടാ. അന്ന് നിങ്ങൾക്ക് അബദ്ധം പറ്റി, നമ്മൾ അന്ന് കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. എന്തായാലും ഈ പ്രാവശ്യം അതൊന്നും പറ്റില്ലടാ. എന്തായാലും ഇവിടെ വെച്ച് അനഘിനെ തീർക്കാൻ പറ്റിയ അത് തന്നെയാണ് ഏറ്റവും വലിയ സൗകര്യം. അറിയാലോ, പുറത്ത് വെച്ചിട്ട് നമുക്ക് അവളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ചെയ്യണം എന്ന് പറയാണ്. ശരി അമ്മേ, ഞാൻ അതെന്താ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അബി വേഗം അവന്തികയുടെ റൂമിലേക്ക് പോവാണ്. മോളെ അവന്തികെ, നിനക്ക് മാത്രമേ എന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ. ഏട്ടനെ എന്തേ പറഞ്ഞു വരുന്നത്?
ഞാൻ എങ്ങനെ ഏട്ടനെ രക്ഷപ്പെടുത്തണമെന്നാണ് ഏട്ടനെ ഉദ്ദേശിക്കുന്നത്? നിനക്കറിയാലോ ഇവിടെ അനഘ വന്ന കാര്യം, അത് അറിയേണ്ട കാര്യമില്ല, നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യമല്ലേ. അതേ മോളെ, അവളെ എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയേ പറ്റൂ. അതിന് നീ എന്നെ സഹായിക്കണം. ഞാനോ? അതെ, അനഘയുടെ റൂമിൽ ഞാനോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയോ കയറിക്കഴിഞ്ഞാൽ നയനെയും ആദർശേട്ടനൊക്കെ സംശയിക്കും. അവൾക്ക് എന്ത് സംഭവിച്ചതിന് ഞങ്ങളാന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് മോളെ, നിന്നെ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ്. നീ അനഘയുടെ റൂമിൽ കയറി കഴിഞ്ഞാൽ ആരും നിന്നെ സംശയിക്കില്ല. കാഷ്വലായിട്ട് എല്ലാവരും കയറി ചെല്ലണ പോലെ നീ കയറി ചെന്നാൽ മതി. അതിനുശേഷം നീ ഞാൻ പറയണ പോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അയ്യോ പറ്റില്ല ഏട്ടാ, ഞാൻ കഷ്ടപ്പെട്ട നല്ലവളായിട്ടുള്ള ഇമേജ് ഇപ്പം എടുത്തിരിക്കുന്നത്. അപ്പോൾ അനഘിനെ ഇതിന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഏട്ടനെയും അമ്മേനെയും പോലെ തന്നെ എല്ലാവരും എന്നെയും ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും. എല്ലാവരും എന്നെയും അവിശ്വസിക്കും. അതുകൊണ്ട് ഞാനിതിന് ഈ പരിപാടിക്ക് എന്തായാലും ഇല്ല. ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഈ പരിപാടിക്ക് മാത്രം ഞാനില്ല. കാരണം എൻ്റെ ഇമേജ് പോകുന്ന കാര്യമാണ് എന്ന് അവന്തിക പറയുമ്പോഴേക്കും അത് കേൾക്കുന്ന നമ്മുടെ അഭി പറയണ്ട, മോളെ പ്ലീസ് മോളെ, ഞാൻ നിന്നെ ഇനി ഒരു കാര്യത്തിലും ശല്യപ്പെടുത്തില്ല. ഈ ഒരു പ്രാവശ്യം, ഈ ഒരേ ഒരു പ്രാവശ്യം മാത്രം നീ എന്നെ എങ്ങനെയെങ്കിലൊക്കെ, ഇത് നീയാണെന്ന് ആരും അറിയാൻ പോണില്ല. ദേ, അഥവാ ഏതെങ്കിലും തരത്തിൽ പിടിക്കപ്പെട്ടാലേ ആ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയാണ്. ഏട്ടാ അത് വേണോ? വേണം മോളെ, പ്ലീസ് മോളെ, എൻ്റെ പൊന്നു മോളല്ലേ, പ്ലീസ് മോളെ, ഏട്ടൻ പറയണത് ഒന്ന് അനുസരിക്കും മോളെ. ശരി, എൻ്റെ ഏട്ടനെ വേണ്ടി ഞാനത് ചെയ്യാം. എന്താ ഞാൻ ചെയ്യേണ്ടത് ഏട്ടൻ പറ. അത് വേറൊന്നുമല്ല, ഞാൻ ചെറിയ പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് നീ എൻ്റെ സഹായം വേണം. നീ അവിടെ പോയിട്ട് ഞാൻ പറയുന്ന പോലെ മാത്രം ചെയ്താൽ മതി. ശരി ഏട്ടാ, പക്ഷേ പുറത്താരെങ്കിലും വരുന്നുണ്ടെന്ന് കറക്റ്റായിട്ട് സിഗ്നൽ തരണം ഏട്ടൻ. അതൊക്കെ ഞാൻ ചെയ്തോളാം മോളെ എന്ന് പറയണം. ശേഷം അവന്തികേന എന്തൊക്കെയോ പുതിയ തരികിട പരിപാടിയൊക്കെ കാണിച്ചിട്ട് നമ്മുടെ അനഘയുടെ റൂമിലേക്ക് വിടാനാണ് അബിയുടെ തീരുമാനം കേട്ടോ. അബി ഈ കാര്യം നവ്യയെടുത്ത് പറയുന്നുണ്ട്. ദേ, നമ്മളെ സഹായിക്കാനായിട്ട് അവന്തിക മുന്നോട്ട് വരുന്നുണ്ട്. ആഹാ, അവന്തിക നമ്മളെ സഹായിക്കുമോ? പിന്നെ അല്ലാതെ, അവന്തിക നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും എന്ന് പറയാണ്. നവ്യ വിചാരിക്കുകയാണ്, കൊള്ളാം, അവൾ തന്നെയാണ് ഇതിന് ഇരയാവേണ്ടത്. അവളെ നല്ലവളായി അവളുടെ സ്വഭാവം മാറിയെന്നൊക്കെ ഇവിടെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും നമ്മുടെ നയനെയും ആദർശേട്ടനും നമ്മുടെ അമ്മായിയും എല്ലാവരും വിശ്വസിച്ചിരിക്കുകയാണല്ലോ. അതെങ്ങനെയെങ്കിലൊക്കെ മാറ്റണം. ഇവളുടെ ഉദ്ദേശം ഇതാണെന്ന് തെളിയിക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണിത്. എന്തായാലും അവൾ അനഘിനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ആ റൂമിലേക്ക് കയറട്ടെ. റൂമിലേക്ക് കയറി കഴിയുമ്പോഴേക്കും അവളെ പിടിക്കണം. അവൾക്ക് തന്നെ പണി കൊടുക്കുകയും വേണം. അത് മാത്രമല്ല, അവളുടെ സ്വഭാവം മാറിയിട്ടില്ലെന്നും ജലജേനയും അഭിനയം പോലത്തെ ഒരു വിഷവിത്ത് തന്നെയാണ് അവന്തിക എന്നുള്ള കാര്യം എല്ലാവരോടും തുറന്നു പറഞ്ഞേ പറ്റൂ. അത് തെളിവടക്കം കാണിക്കാൻ പറ്റിയ ഒരു അവസരമാണിത് എന്ന് നവ്യ വിചാരിക്കുകയാണ്. അതെ, അങ്ങനെ അവന്തികയുടെ കള്ളപ്പൊയി മുഖം നീക്കി പുറത്തു വരാൻ പോകുന്ന ഭാഗമാണ് നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.